ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടോക്സ് ആൻഡ് വർക്ക്സ് ബൈ രേവതി. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഒരു തീർത്ഥാടന യാത്ര എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ദുബായിൽ വന്നിട്ട് ചർച്ചിൽ പോയിട്ടുണ്ട്, പക്ഷേ ടെമ്പിളിൽ ഇതുവരെ പോയിട്ടില്ലായിരുന്നു. അങ്ങനെ എന്താ പറയുക, ദുശീലങ്ങളൊക്കെ ഒഴിവാക്കി ഒരു ഭക്തിമാർഗം സ്വീകരിച്ചാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗേൾസ് എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിട്ട് ഓക്കെ ശരി എന്നാൽ പോകാമെന്ന് പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങൾ താമസിക്കുന്ന അൽഹംറയിലാണ്. അപ്പോൾ അവിടെ നിന്നും ബർദുബായിലേക്കാണ് ഞങ്ങളുടെ ഈ ട്രാവൽ. യെസ് ഗൈസ്, അൽഹംറ ടു ബർദുബായ്, കാരണം അവിടെയാണ് ടെമ്പിൾ ഒരെണ്ണം ഉള്ളത്. പക്ഷേ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു അമ്പലത്തിൻ്റെ ചിട്ടവട്ടങ്ങളും ചുറ്റുവട്ടവും ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. ബട്ട് എന്നിരുന്നാലും ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ കിട്ടും, ഒരു പിൻ ഡ്രോപ്പ് സൈലൻസും ഒരു ഒരു പീസ്ഫുൾ വൈബ് നമുക്ക് കിട്ടും. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ക്യാബിൽ വന്ന് നേരെ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ ചെറിയ ചെറിയ കലാപരിപാടികളങ്ങ് തുടങ്ങി, ചെറിയ ഫോട്ടോ എടുപ്പും പരിപാടികളും ഒക്കെ. അപ്പം ഇതാണ് അമ്പലത്തിലേക്ക് എൻട്രൻസിലേക്കുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത്. അപ്പം ചെന്ന് കയറുമ്പോഴത്തേക്കിനും ഇങ്ങനെ കുറേ മരവും കാര്യങ്ങളും ഫുള്ള് ഒരു നല്ലൊരു വൈബാണ് കേട്ടോ. എന്ന് വെച്ചാൽ അമ്പലത്തിൽ പോയൊരു ഫീലില്ലെങ്കിലും ഒരു റിഫ്രഷിങ് ഫീലൊക്കെ നമുക്ക് കിട്ടും. പിന്നെ നമുക്കിങ്ങനെ പോകുന്ന വഴിയിൽ കാണാൻ പറ്റുന്ന കൂടുതലായിട്ടുള്ള കാഴ്ചകളെന്ന് പറഞ്ഞാൽ നിറയെ പൂ, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, പിന്നെ ലഡു, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള, അതായത് അവിടുത്തെ നേർച്ചയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെയാണ്. പിന്നെ കുറേ ക്യൂട്ടായിട്ടുള്ള ഇതുപോലത്തുള്ള ടോയ്സ്, ഇങ്ങനെ കാറിലും വീട്ടിലൊക്കെ കൊണ്ടുവെക്കാൻ പറ്റുന്ന ബുദ്ധൻ്റെയും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ടോയ്സ് കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ട് കേട്ടോ. പിന്നെ വളകളും അതും ഇതുമൊക്കെ ഉണ്ടായിരുന്നു, കുറേ ഉണ്ട് കാണാനൊക്കെ. പിന്നെ ഇതുപോലെ സ്റ്റെപ്പ് കയറിയാണ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. അവിടെ ഇരിക്കുന്ന ദൈവങ്ങൾ ഏതാണെന്നൊന്നും ചോദിച്ചാൽ എനിക്ക് യാതൊരു പിടുത്തവും ഇല്ലായിരുന്നു. ദൈവങ്ങളെ അറിയാത്തത് കൊണ്ട് തന്നെ എല്ലാവരോടും പോയി ഒരു ഹൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് വെളിയിൽ വന്നിട്ട് നമ്മുടെ മെയിൻ ഏതാണ്, എൻ്റെ തല, എൻ്റെ ഫുൾ ഫിഗർ, അതേ ഫോട്ടോ എടുപ്പ് തന്നെയാണ് മെയിൻ. കാരണം വല്ലപ്പോഴും ഒക്കെയാണ് പുറംലോകം കാണുന്നത്. അതുകൊണ്ട് കിട്ടുന്ന അവസരം ഞങ്ങൾ പാഴാക്കാറുമില്ല. എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് ഫോട്ടോ എടുപ്പ് അങ്ങ് തുടങ്ങി. പിന്നെ ഇത് എൻ്റെ സ്പെഷ്യൽ ക്ലിക്കായിരുന്നു കേട്ടോ ഗൈസ്, സൺ കിസ്ഡ്. അതൊക്കെ കഴിഞ്ഞ് ഒന്ന് രണ്ട് വീഡിയോ ഷൂട്ടിങ്ങും കാര്യങ്ങളും അതൊക്കെ നമുക്ക് മസ്റ്റാണല്ലോ. മുകിലേന്നോ എൻ്റെ പൊന്നെ, എല്ലാം വായിന്ന് പോവാന്നല്ലോ. കപ്പ് മുഖ്യം ബിഗിലേ എന്ന് പറയുന്നത് പോലെ എവിടെ പോയാലും ഒരു വീഡിയോ, ഒരു സ്ലോ മോഷൻ, ഒരു ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ എന്തായിരുന്നാലും നമുക്ക് വേണം. കാരണം അണിഞ്ഞൊരുങ്ങി നമ്മൾ മെനക്കെട്ട് പുറത്തിറങ്ങുന്നതാണ്. അപ്പം അതിൻ്റെ ഒരു ഔട്ട്കം നമുക്ക് വേണമല്ലോ. കാരണം ഇൻസ്റ്റഗ്രാമിലും എവിടെയെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും വേണമല്ലോ. ഈ വീഡിയോ ചെറുപുറം എടുത്ത് വെച്ചതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇരുന്ന് ഈ കുണു എന്ന് പറഞ്ഞ് വോയിസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പിന്നെ എൻ്റെ രണ്ട് ചുട്ടുമണികളാണ്. ഞങ്ങളെല്ലാവരോടും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അമ്പലത്തിൻ്റെ ദർശനം കഴിഞ്ഞിട്ട് ലഡു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ലൊക്കേഷൻ പിടിച്ച് പോവുകയാണ്. വേറെ അങ്ങോട്ടുള്ളൊരു ചായ കുടിക്കാൻ പോകുന്ന പോക്കാണ്. എല്ലായിടത്തിനും വിശന്ന് ഭ്രാന്തെടുത്തിരിക്കുമായിരുന്നു. പോകുന്ന വഴിയിൽ ഞങ്ങളൊരു പൂച്ചക്കുട്ടിയെ കണ്ടു. അതിനെയാണെങ്കിൽ ഈ പെങ്കൊച്ച് അങ്ങ് ഉപദ്രവിച്ച് ഇല്ലാണ്ടാക്കി കളഞ്ഞ. പൂച്ച എന്തിനടാ പോയി ഞാനിവിടെ കയറി ഇരുന്നേന്ന് ആലോചിക്കുന്നൊരു സ്ഥിതിയിൽ അത് തന്നെ പേടിച്ചു പോയി. അത് തന്നെ ആലോചിച്ചു ഞാൻ ആരാന്ന്. അങ്ങനെ നടന്ന് പോകുമ്പോഴാണ് ഞാൻ എൻ്റെ ഈ അൽ അറബി ചേട്ടനെയും ചേട്ടൻ്റെ രണ്ട് പിള്ളേരെയും കണ്ടത്. പിള്ളേർ കുറുമ്പുകളായതുകൊണ്ട് തന്നെ വീണ് മൂക്കൊക്കെ ഉടഞ്ഞ് ഫുള്ള് പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ച് സർജറി കഴിഞ്ഞിട്ട് നിൽക്കുന്നൊരു പരുവത്തിലാണ് നിന്നത്. പിന്നെ അവരോട് നിന്ന് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞു, രണ്ട് വീഡിയോ ഒക്കെ എടുത്തപ്പോഴത്തേക്കും എനിക്കൊരു സമാധാനമൊക്കെ കിട്ടി. എൻ്റെ ഏട്ടായി ഒരുപാട് നാളിന് ശേഷം, അതെ എൻ്റെ സ്വപ്നത്തിലെ രാജകുമാരൻ അതാണ് ഈ നിൽക്കുന്നത്, എൻ്റെ സുൽത്താൻ. ഏതായിരുന്നു മറ്റേ പാട്ട്, ദില് ദില് സലാം സലാം, അതിനകത്ത് പറയുന്ന അറബി ഇതാണ് കേട്ടോ. പുള്ളിയുടെ കൂടെ ഒരു എന്താ പറയുക, ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നടന്ന് പോകുമ്പോഴത്തേക്കിനും കുറച്ച് ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു ബീച്ച് പോലൊരു സാധനം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഇവിടുത്തെ എൻ്റെ പേര് എനിക്കറിയത്തില്ല, ബർദുബായിലുള്ള ഏതോ ഒരു ബീച്ച്. അങ്ങനെ അവിടെ ചെന്ന് നിന്നിട്ട് പിന്നെ ഞങ്ങളിലെ കുടുംബശ്രീ പെണ്ണുങ്ങളെല്ലാം കൂടെ നിന്ന് എന്താ പറയുക, എന്തൊക്കെയോ പറഞ്ഞിട്ട് ക്യാൻഡിഡാണ് ഉദ്ദേശിച്ചത്. ഒരു തിരയിൽ ഫോണും കൊടുത്തിട്ട് ഞങ്ങളവിടെ നിന്ന് എന്തൊക്കെയോ കഥ പറഞ്ഞ് എന്തോ കാര്യമായിട്ട് പറഞ്ഞ് ചിരിക്കുന്നതെന്നാണ് നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ ഞങ്ങളെന്തോ പറയുന്നത് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. ആ പരുവത്തിനാണ് അവിടെ നിന്ന് സംസാരിച്ചത്. പിന്നെ എവിടെ പോയാലും അതെ, നമുക്കൊരു വീഡിയോ മസ്റ്റാണല്ലോ. വിദൂരതയിലേക്ക് കണ്ണ് നട്ട് നിൽക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ട് ഏതെങ്കിലും ഒരു കോട്ടൊക്കെ ഇട്ട്, അല്ലെങ്കിൽ ഒരു BGM അല്ലെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ ഇട്ട് എഡിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടൊക്കെ എടുത്ത സാധനമാണ്. പക്ഷേ ഇതൊരു എഡിറ്റിംഗ് മാത്രം അങ്ങോട്ട് നടന്നില്ല. ഈ മുടി കിടക്കുന്ന കണ്ടിട്ട് ശരിക്കും പറഞ്ഞ മുരിങ്ങക്കോല് കിടക്കുന്ന കണക്കാണ് തോന്നുന്നത്. ഒരു വൃത്തിയില്ലാണ്ട് ഇങ്ങനെ വളർന്ന് നീണ്ട് ഇങ്ങനെ കിടക്കുന്ന, ഉള്ളിലെല്ലാം പോയെന്നേ, ഫുള്ള് ഹെയർ ഫോളായിട്ട്. പിന്നെ വയസ്സായില്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല, മുടിയൊക്കെ നരച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരു സൈഡിൽ നിന്ന്. അമ്മേ, വാർദ്ധക്യത്തിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഞാനായിരിക്കുന്നത്. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ട് സെക്ഷനാണ് കേട്ടോ. അതാണ് ഞങ്ങൾ ഫുള്ള് പോയ എല്ലാവരും. പിന്നെ മാനത്തൂടെ പറന്നു പോകുന്ന വിമാനം നോക്കി ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോൾ പറവയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോയാണ് പുള്ളിക്കാരി എടുത്തു തന്നെ. ഇത് തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗ്യാങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം.
പിന്നെ ഇതിങ്ങനെ വീണ്ടും എൻ്റെ ഒരു സ്ലോ മോഷൻ വിദൂരത തന്നെയാണ് ഗൈസ്. ഇതൊക്കെ കണ്ട് നിങ്ങൾ വെറുക്കുക. പിന്നെ ഈ ടെമ്പിൾ ഞാൻ പറഞ്ഞ ടെമ്പിൾ ഏതാണെന്ന് മനസ്സിലായിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അവിടെ കുറേ ദൈവങ്ങളൊക്കെ കുറേ ഫോട്ടോസൊക്കെ ഉള്ളു, വിഗ്രഹാരാധനയായിട്ടൊന്നും ഞാൻ കണ്ടില്ല. ഫുള്ള് കുറേ ഫോട്ടോസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിലെനിക്ക് അറിയാവുന്ന 1-2 പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ ഉണ്ടായിരുന്നു, പിന്നെ എന്തോ കൃഷ്ണനും യശോദയും രാധയും ശിവനും പാർവതി, അങ്ങനെ 1-2 പേരൊക്കെ ഉള്ളായിരുന്നു ഫെമിലിയർ ഫേസസ്. ബാക്കിയൊക്കെ ഏതോ നോർത്ത് ഇന്ത്യൻ ദൈവങ്ങളാണ്, അവരെയൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ എടുത്ത ഫോട്ടോസൊക്കെ വെച്ചിട്ട് ക്യാപ് കട്ടിലെടുത്തിട്ട് 1-2 വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ഇവിടെ എൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. സോ എൻ്റെ ഇതുവരെയുള്ള സംഭാഷണം വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും, പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു കണ്ടിന്യൂറ്റി എനിക്ക് അങ്ങോട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം എൻ്റെ മൊത്തത്തിലുള്ള സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ഗൈസ്. ഒന്ന് സഹകരിക്കുക, ഒന്ന് മനസ്സിലാക്കുക എന്നെ. വേറെ എന്താ പറയുക, വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതുവരെയുള്ള വിശേഷങ്ങൾ, അമ്പലത്തിലെ വിശേഷങ്ങൾ. എന്തായിരുന്നാലും ഞങ്ങൾ പുറത്തിറങ്ങി വൈബടിച്ചു കേട്ടോ. നല്ലതായിട്ട് കുറേ വീഡിയോസും കുറേ ഫോട്ടോസും കുറച്ച് നല്ല മെമ്മറീസൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വന്നത്. സോ നിങ്ങളും നിങ്ങളുടെ ഗ്യാങ്ങുമായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകുന്ന വിശേഷങ്ങളൊക്കെ ഞാനായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറക്കാതെ എന്നോട് ഷെയർ ചെയ്യുക. എൻ്റെ ഇൻസ്റ്റയിൽ വന്ന് മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ എൻ്റെ 1-2 കലാവിരുതുകൾ ഞങ്ങൾ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ട് പരിചയമുള്ള ടൈപ്പ് ഓഫ് വീഡിയോസൊക്കെ 1-2 എടുത്ത് ക്യാപ് കട്ടിനകത്തൊക്കെ ഇട്ട് എഡിറ്റ് ചെയ്ത് ഉള്ള പല പരിപാടികളാണിതൊക്കെ. അപ്പം ഓക്കെ ഗൈസ്, കൂടുതൽ ഞാൻ വളവള അടിച്ച് വെറുപ്പിക്കുന്നില്ല. അടുത്ത വെറുപ്പിക്കലുമായിട്ട് വരുന്നത് വരേക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ആൻഡ് ഐ എം സൈനിങ് ഓഫ് ഫ്രം ടോക്സ് ആൻഡ് വോക്സ് ബൈ രേവതി. ടടാ. പിന്നെ മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്തേക്കണേ. 2 കമൻറ്റൊക്കെ ഇടണേ. അതൊക്കെ കാണുമ്പോൾ എനിക്കൊരു സന്തോഷം. പിന്നെ ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ഐഡിയും കൂടെ ഒക്കെ ഒന്ന് ഫോളോ ചെയ്തേക്കേ. ഏത് അവിടെയും കൂടി ഇരിക്കട്ടെ എന്ന്.